ഇനിയാണ് ഒരു ചോദ്യം. സുദീപേ ഞെട്ടരുത്, ഒരു പ്രസാദം തരികയാണ്. ഇവിടെ ഒരു ത്രിമധുരം തരും. ആണുങ്ങളുടെ 2 കാലുണ്ടല്ലോ, ആ 2 കാലിന്റെ നടുക്ക് കാണുന്ന സാധനത്തിന്റെ പേരെന്തോ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന അറിയില്ലല്ലോ. അത് വെച്ച് സുദീപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു പക്ഷെ പരീക്ഷയ്ക്ക് പോലും ആലോചിച്ച് കാണത്തില്ല. ഇല്ല, ഇത് തലേന്ന് പുകയൊക്കെ വരാൻ തുടങ്ങി. മുട്ട്. നീ എന്തിനാ ഇത്രയും നേരം എടുത്തേ? അല്ല, 2 കാലിനെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കേ ഒരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? അല്ല, ചോദിച്ചത്രേ ഉള്ളൂ. ഓക്കെ. ഇതിനാണ് ഒരു പക്ഷേ LLBക്ക് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. ഇല്ല, ടെൻഷനോട് ചിന്തിച്ചിട്ടില്ല. ഈ മുട്ടുകൊണ്ട് എന്തെല്ലാം പ്രയോജനമുണ്ട്? മുട്ടുകുത്തി നിൽക്കാം, സ്റ്റെപ്പ് കയറാം, നടക്കാം. മുട്ടില്ലെങ്കിലോ മുട്ടിനിടിക്കാം, മുട്ടുകുത്തി നിൽക്കാം. ഓക്കെ, ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു യുഗത്തിലുള്ള പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇപ്പോഴും പാടുന്നുണ്ടല്ലോ. അല്ല, അന്ന് സിനിമ എന്നുള്ളത് അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്ത് പാട്ടുണ്ടാക്കിയാലും അതിനകത്ത് ഇത്ര സംഗീതത്തിൻ്റെ ഒരു എലമെന്റ് ഇത്ര വേണം എന്നുള്ളൊരു. അല്ല, അത് മാത്രമല്ല, ഇപ്പം പാടിയല്ലേ ഈ പാട്ട് ഇപ്പം പാടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇതിപ്പോൾ പാടിയപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നില്ല. നമ്മളുടെ പ്രേക്ഷകർ ആസ്വദിക്കുന്നില്ല. ഒരു ആക്ഷൻ സിനിമയാണത്. ആണ്. അതെ. പക്ഷെ എങ്കിൽ ഇപ്പോഴത്തെ ഒരു പാട്ട് 1 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നില്ല എന്ന് ഞാൻ ശക്തമായിട്ട് പറയും. ഞാനൊരു മ്യൂസിക് ഡയറക്ടറെയോ അല്ലെ ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ഒന്നും ചേർത്ത് വെച്ച് പറയുന്നതല്ല. ബട്ട് പാട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വരികളും പാട്ടുകൾ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായി പോകുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് സിനിമയിൽ നിന്ന് മാറി ഈ പാട്ടിന് തനിയൊരു വ്യക്തിത്വം വേണം എന്നുള്ളത് ചിന്തിക്കാത്തത് കൊണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാവുന്ന ഒരു തീരുമാനമുള്ളത് കൊണ്ടാവാം. മറ്റേതിപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. ഒരു കുഴപ്പമില്ല. പക്ഷേ അത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സത്യം. അതുപോലെ തന്നെ പഴയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പാട്ടുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പാട്ട് എന്നും ആ പഴയ പാട്ട് ഏറ്റവും പഴയതും ഒരു 90s വരെയുള്ള പാട്ടുകളെല്ലാം ഇന്നും നിൽക്കുന്നു. അതിനുശേഷമാണ് ഫെയ്ഡഡ് ആയിട്ട് അതൊരു റീ റെക്കോർഡിങ് ലെവലിൽ പോണേ. ഓഫ് കോഴ്സ് റീ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ പഴയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതും ഇപ്പം നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതിലൊരു സീനുണ്ടല്ലോ, ഒരു ഫെൻസിങ്, ഒരു വുഡൻ ഫെൻസിങ് ഉള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. ഈ ശാരിയുടെ ക്യാരക്ടർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വേലിയിലൊരു ആണിയൊക്കെ അടിച്ച് ശരിയാക്കുന്നു. അപ്പം പെട്ടെന്ന് ലാലേട്ടൻ അവിടെ വന്നിട്ട് ചോദിക്കുന്നു, ഇവിടെ ഒരുപാട് വൈൻ യാർഡ്സ് ഉണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഡയലോഗ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോഫിയ കണ്ടിട്ടുണ്ടോ ഈ തോട്ടങ്ങൾ? അവിടെ പറയും, ഇല്ല, ബൈബിളിൽ പറയുന്ന സോളമൻ്റെ മുന്തിരിത്തോട്ടങ്ങളെക്കാൾ ബെസ്റ്റാണ് ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങൾ എന്നൊക്കെ പറയും ലാലേട്ടൻ. എന്നിട്ട് ബൈബിളിലെ ആ ഡയലോഗ് ഉണ്ടല്ലോ, പറയും, സോഫി ബൈബിൾ വായിക്കാറില്ലേ എന്ന് ചോദിക്കും. സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് കേൾക്കുന്നത്. പിന്നീട് എൻ്റെ കൂടെ സോഫിയ വന്നത് വേറെ അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നു, അപ്പോൾ ബൈബിൾ വായിക്കാറില്ലേ എന്ന് ചോദിക്കും. വായിക്കും. അപ്പോൾ അതിൽ എന്നിട്ട് പറയും, ഒരു ദിവസം ഞാൻ സോഫിയ അവിടെ കൊണ്ടുപോകാം, മമ്മയും
എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് അവിടെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ ചെന്ന് നമുക്ക് രാവിലെ എണീറ്റ് മുന്തിരിവള്ളികൾ തളർത്തോ എന്ന് നോക്കാം, മാതള നാരകം പൂവിട്ടതും നോക്കാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവിടെ വെച്ച് അല്ലേ അത് പറയുന്നില്ല, ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വരും. അപ്പോഴാണ് അവരിങ്ങനെ ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ മറിക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ പറയും, നമുക്ക് അതിരാവിലെ എണീറ്റ് മാതള നരകം പൂത്തോ എന്നും മുന്തിരിവള്ളികൾ തളർത്തോ എന്നും നോക്കാം, അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരും എന്ന് പറയും. അപ്പോഴാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ടങ് 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 ടങ്. സി അത് എന്ത് ക്യാച്ച് ചെയ്യാന്നല്ലേ. ഇപ്പൊ കിലുക്കത്തില് തരരരാരിരി തരരാരിരര തരരരാരിരി തരരാരിരര തരരാ തരരാരിരര തരരാ തരരാ തരരാരിരര തരരരാരിരി തരരാരിരര. ഇതുപോലെ എത്ര എത്ര പടങ്ങള്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കിരീടം നോക്കിക്കഴിഞ്ഞാൽ താരാരരം താരാരരം താരാരീര ആരീരര അതൊക്കെ ഇന്ന് നിൽക്കുന്നു. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ.